Hello and welcome back to our channel Point to Eternity and thanks for joining in. നമ്മൾ 2024 ഈ പാരീസ് ഒളിമ്പിക്സിൻ്റെ ഓപ്പണിംഗ് സെറമണി കണ്ടവർക്കറിയാം, ചരിത്രത്തിൽ ഇത്രയധികം പൈശാചികതയെ ഓപ്പണായിട്ടുള്ള രീതിയിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഗെയിംസുകളിലെ മുൻനിരയിൽ നിൽക്കുന്നത് തന്നെ ആയിരുന്നു ഈ കഴിഞ്ഞ ഈ സെറമണി എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് പിശാച് വളരെ ഓപ്പണായിട്ട് തന്നെ ഇന്നത്തെ ഈ കൾച്ചറിൽ പ്രവർത്തിക്കുന്നതെന്ന് എല്ലാം അതിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ഒളിമ്പിക്സ് ദൈവത്തെ പരിഹസിച്ചു എന്നൊക്കെയുള്ള ഒരു സന്ദേശമായിരുന്നു. അത് പല പ്രേക്ഷകരും പല സബ്സ്ക്രൈബേഴ്സും വളരെയധികം നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു. അതിൽ ചില നമ്മുടെ പ്രിയപ്പെട്ടവർ കമൻ്റ് ചെയ്തതായിരുന്നു, പാരീസ് അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന്. അപ്പോൾ ആ ഒരു ചടങ്ങ് ഓപ്പണിംഗ് സെറമണിക്ക് ശേഷം ദൈവപ്രവൃത്തി അവിടെ വല്ലതും വെളിപ്പെട്ടായിരുന്നോ? അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു സന്ദേശത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു സന്ദേശം നിങ്ങൾ കണ്ടില്ല എങ്കിൽ, നിങ്ങൾ മിസ്സായി പോയെങ്കിൽ ഈ ഒരു സന്ദേശത്തിൻ്റെ അവസാനം ഞാനത് മുകളിൽ കാർഡ്സിൽ കൊടുത്തേക്കാം. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലും താഴെ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബൈ ദ വേ, ഇപ്രകാരമുള്ള കണ്ടൻറ്റൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ചേർന്ന് കാണുന്ന ബെൽ ബട്ടണോട് പ്രസ് ചെയ്യുമെങ്കിൽ ഇപ്രകാരമുള്ള അപ്ഡേറ്റുകൾ, ബൈബിൾ സ്റ്റഡികൾ, ബിബ്ലിക്കൽ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഒക്കെ പോസ്റ്റഡ് ആകുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഈ ചുറ്റിനുമൊക്കെ നടക്കുന്ന വളരെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം ഓർപ്പിക്കുവാനായിട്ടുള്ളത്, ദൈവം ഇപ്പോഴും സിംഹാസനത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഗോഡ് ഈസ് സ്റ്റിൽ ഓൺ ദ ത്രോൺ. മനുഷ്യർ ദൈവത്തെ പരിഹസിക്കുവാൻ നോക്കും, പക്ഷേ അന്തിമ വിധി, ഗോഡ് ഹാസ് ദി അൾട്ടിമേറ്റ് സേ, ദ ഫൈനൽ സേ. അന്തിമ വിധി എപ്പോഴും ദൈവത്തിൻ്റെ കയ്യിലായിരിക്കും. ബൈബിൾ പറയുന്നത് ഗലാത്യർ 6:7 പറയുന്നു, വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുഴുവനും ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും ഒക്കെ പരിഹസിച്ചു കൊണ്ടുപോകാം. ദൈവം കുറച്ച് നാൾ നിങ്ങളോട് കരുണ കാണിക്കും, ദൈവം ക്ഷമ കാണിക്കും. നിങ്ങൾ പറയുമായിരിക്കും, ദൈവം എന്നോടൊന്നും ചെയ്തില്ലല്ലോ, എന്നെ ശിക്ഷിച്ചില്ലല്ലോ, എൻ്റെ തലയിൽ ഇടുത്തിയൊന്നും വന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, നാം വിതയ്ക്കുന്നത് നാം കൊയ്യും. ഞാൻ വിതയ്ക്കുന്നത് ഞാൻ കൊയ്യും. ഇതൊരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിളാണ്, ഇതൊരു യൂണിവേഴ്സൽ തത്വമാണ്. അപ്പോൾ ദൈവത്തെ ആർക്കും പരിഹസിക്കുവാൻ സാധിക്കില്ല. നിങ്ങളിതൊന്ന് കാണണം. ഈ ഓപ്പണിംഗ് സെറമണി, ഒളിമ്പിക്സിൻ്റെ ഈ ഓപ്പണിംഗ് സെറമണി തന്നെ ഇത്രയും വലിയ പ്രതിഷേധം ലോകമെമ്പാടും ഉയർന്നപ്പോൾ ആ ഒരു എപ്പിസോഡ്, ആ വീഡിയോ തന്നെ അവർക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നു പ്ലാറ്റ്ഫോമുകളിൽ നിന്ന്. ഞാൻ ഇതിനു മുമ്പിലത്തെ ആ സന്ദേശത്തിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ ഒരു കൂട്ടം ഡ്രാഗ് ക്വീൻസ്, അതായത് ആണുങ്ങൾ സ്ത്രീകളുടെ വേഷത്തിൽ ഡ്രസ്സ് ചെയ്തുകൊണ്ട് യേശുവിൻ്റെ ആ അന്ത്യ അത്താഴത്തെയൊക്കെ തന്നെ കളിയാക്കുന്ന ആ ഒരു രംഗവും, പിന്നെ കുറേ ഫുഡ് ഐറ്റംസിൻ്റെ ഒരു കളക്ഷൻ അവിടെ വെച്ചിരിക്കുന്നതും, പിന്നെ അതിൻ്റെ എല്ലാം മുൻപിൽ ഒരു വ്യക്തി നീല വേഷത്തിൽ മുൻപിൽ വന്ന് അപ്രകാരമുള്ള ഡിസ്പ്ലേ ഒക്കെ. അവർ പറഞ്ഞത് അത് ഗ്രീക്ക് ദൈവമായ ഡയോണിസസിനെയാണ് ചൂണ്ടിക്കാണിച്ചതെന്ന്. ഡയോണിസസ് എന്ന് പറഞ്ഞാൽ വീഞ്ഞിൻ്റെയും കൃഷിയുടെയും സുഖത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും, അങ്ങനെ മതിമറന്നുള്ള ആഘോഷത്തിൻ്റെയും, പിന്നെ വളരെ മതിമറന്നുള്ള ഉന്മാദവും, അതിൻ്റെ എല്ലാം ഗ്രീക്ക് ദൈവമായിരുന്നു ഡയോണിസസ്. പലരും, ഈവൻ നിരീശ്വരവാദികൾ പോലും ചോദിച്ചു, ഇവരെന്തൊക്കെയാണ് ഈ ചെയ്തു കൂട്ടുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ആ ഒളിമ്പിക് കമ്മിറ്റിക്ക് ആ ഒരു വീഡിയോയെ റിമൂവ് ചെയ്യേണ്ടി വന്നു. ഇതാണ് ഒരു എൻകറേജ്മെൻറ്റ് എന്നുള്ളൊരു കാര്യം, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം. ക്രിസ്ത്യൻസ്, അതായത് ദൈവമക്കളായിട്ടുള്ളവർ, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവമക്കൾ ബൈബിളിൻ്റെ വാല്യൂസിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സത്യമക്കളെ മാനിക്കും. നിങ്ങളിത് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഇത് കാണണം. ആ ഒളിമ്പിക്സിൻ്റെ ആ ഒരു ഓപ്പണിംഗ് സെറമണിയുടെ അടുത്ത ദിവസം, അതായത് ഒളിമ്പിക് സെറമണിയിലായിരുന്നല്ലോ അവർ ദൈവത്തെ പല രീതിയിലും പരിഹസിച്ചത്. അതിൻ്റെ അടുത്ത ദിവസം പാരീസിലുടനീളം വലിയൊരു പവർ ഔട്ടേജ് ആയിരുന്നു. വൈദ്യുതി അവിടെ ഇല്ലാതിരുന്നു. അതും ശ്രദ്ധിക്കണം, അവിടെ ആ സ്ഥലം മുഴുവനും അന്ധകാരം. പക്ഷേ ഒരു സ്ഥലത്ത് മാത്രം നല്ല വെളിച്ചം. ആ വെളിച്ചമുള്ള സ്ഥലം എന്ന് പറയുന്നത് പാരീസിലെ ഒരു ക്രിസ്ത്യൻ ചർച്ചാണ്. ഞാൻ മറ്റൊരു വീഡിയോ ക്ലിപ്പ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം.
എന്നിട്ട് ആ ന്യൂസ് പറഞ്ഞത്, ഇൻ പാരീസ് ഈജിപ്ഷ്യൻ ഡാർക്ക്നെസ് ഡിസെൻഡഡ് ഓൺ ദ നൈറ്റ് ഫ്രം സാറ്റർഡേ ടു സൺഡേ. ന്യൂമറസ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഫ്രം ദ ഫ്രഞ്ച് ക്യാപിറ്റൽ എമേഴ്സ്ഡ് ഓൺ സോഷ്യൽ മീഡിയ. They show that the streets of the multi-million metropolis were completely dark except for this church. അതായത് പാരീസിൽ, അതായത് പണ്ട് ഈജിപ്തിൽ ഇറങ്ങിയ അന്ധകാരം പോലെ ഒരു അന്ധകാരം പാരീസിൽ ഇറങ്ങി. സാറ്റർഡേ രാത്രി മുതൽ സൺഡേ രാവിലെ വരെ അവിടെ എല്ലായിടവും അന്ധകാരം, എക്സെപ്റ്റ്, അതായത് ഈ ക്രിസ്ത്യൻ പള്ളി ഒഴികെ ബാക്കി എല്ലായിടത്തും അന്ധകാരം. ഇത് നമ്മൾ കാണുമ്പോൾ യേശു പറഞ്ഞത് നാം ഓർക്കണം. മത്തായി 5:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഇതൊരു യാദൃച്ഛികമായിട്ടുള്ളൊരു കാര്യമാണോ? ആ മലയുടെ മുകളിൽ ഷൈനിങ് ലൈക്ക് എ ലൈറ്റ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് കംപ്ലീറ്റ് ഡാർക്ക്നെസ്, മുഴുവനും ചുറ്റുപാടും മുഴുവനും അന്ധകാരത്തിൻ്റെ നടുവിൽ ദൂരത്ത് ആ മലയുടെ മുകളിൽ പ്രകാശിക്കുന്ന ആ ചർച്ചിൻ്റെ ലൈറ്റ്. ഈ കൾച്ചർ കൂടുതൽ അന്ധകാരത്തിലോട്ട് പോകുമ്പോൾ ദൈവമക്കളായിട്ടുള്ളവർ, യഥാർത്ഥ ദൈവമക്കൾ, ഞാൻ അവരെയാണ് ഉദ്ദേശിക്കുന്നത്, യഥാർത്ഥമായും വീണ്ടും ജനിച്ച ദൈവമക്കളുടെ വെളിച്ചം അത്രയും കൂടെ പ്രകാശിക്കണം. ബൈബിൾ എന്താണ് യേശുവിനെ പറ്റി പറഞ്ഞത്? യോഹന്നാൻ 1:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ആരായിരുന്നു ആ വചനം? യേശു കർത്താവ്. അവിടുന്ന് ആദ്യം മുതൽ തന്നെ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം യേശു ദൈവമാണ്. യേശു മറ്റൊരു പ്രവാചകൻ മാത്രമല്ല, യേശു നല്ലൊരു മനുഷ്യൻ മാത്രമല്ല. ദൈവത്തിങ്കിലേക്ക് എത്തുവാൻ മറ്റൊരു വഴിയാണ് യേശു. അതല്ല ശരി. യേശു തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിങ്കിലേക്ക് വരികയില്ല. അത് യേശു തന്നെ അവകാശപ്പെട്ടതാണ്. യോഹന്നാൻ 14:6 നമ്മളത് കാണുന്നത്. സ്വർഗത്തിലേക്ക് എത്തുവാൻ മില്യൺ വഴികളൊന്നുമില്ല, ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ യേശു കർത്താവ് സ്വയം അർപ്പിച്ചുകൊണ്ട് തൻ്റെ ആ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി ക്രൂശിലെ ആ യേശുവിൻ്റെ പൂർത്തീകരിക്കപ്പെട്ട ക്രൂശീകരണ പ്രവൃത്തിയിൽ അതിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. ബൈബിൾ 2 കൊരിന്ത്യർ 5:21 പറയുന്നത്, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. യേശുവിനെ പാപിയാക്കി എന്നല്ല ബൈബിൾ പറയുന്നത്, യേശുവിനെ പാപം ആക്കി. എന്തുകൊണ്ടാ? കാരണം ക്രിസ്തുവിൽ നാം ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്. ആമേൻ. അവിടുന്ന് 3 ദിവസം കല്ലറയിൽ ഇരുന്നു. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം അവിടുന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ആമേൻ, ഹല്ലേലൂയ. യോഹന്നാൻ 1:3 പറയുന്നു, യേശുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. യോഹന്നാൻ 1:5 പറയുന്നു, വെളിച്ചത്തെ ഒരിക്കലും അന്ധകാരം മൂടില്ല. പ്രിയമുള്ളവരെ, നാം ഇതുപോലെ ആയിരിക്കണം. ആ അന്ധകാരത്തിൻ്റെ നടുവിൽ ആ പ്രകാശിക്കുന്ന ആ ചർച്ച് കണ്ടോ? ഇതായിരിക്കണം നാമും. ഈ അന്ധകാരം നിറഞ്ഞ ഈ കൾച്ചറിൽ ഞാനും നിങ്ങളും ഇപ്രകാരമായിരിക്കണം. യേശു തന്നെ പ്രവചിച്ചു പറഞ്ഞല്ലോ, അവിടുത്തെ ആ 2ാം വരവിന് മുമ്പുള്ള അടയാളങ്ങൾ, അതായത് വർദ്ധിച്ചു വരുന്ന കൺഫ്യൂഷനും ഡിസാസ്റ്ററും യുദ്ധവും യുദ്ധശ്രുതികളും ക്ഷാമവും ഭൂകമ്പവും പ്രകൃതിക്ഷോഭങ്ങളും മഹാമാരികളും ഇതിൻ്റെ എല്ലാം വർദ്ധിച്ചു വരുമ്പോൾ യേശു വരുന്നത് തന്നെ, അതായത് 2ാമത് വരുന്നത് തന്നെ സകലരെയും ന്യായം വിധിക്കുവാൻ, യേശുവിൻ്റെ 1000 ആണ്ട് വാഴ്ച ഇവിടെ സ്ഥാപിക്കുവാൻ. ആ സമയത്ത് യേശുവിൻ്റെ ദൃഷ്ടിയിൽ ആരാണോ റൈറ്റ് ഇൻ ഹിസ് ഐസ്, യേശുവിൻ്റെ ദൃഷ്ടിയിൽ ആരാണോ ശരി, ആരാണോ അവരുടെ ജീവിതങ്ങൾ യേശുവിന് വേണ്ടി സമർപ്പിച്ചത്, വിശ്വാസത്താൽ സമർപ്പിച്ചത്, യേശുവിൻ്റെ ആ ക്ഷമ, ദൈവിക ക്ഷമ ലഭിച്ചവർ, അപ്രകാരം രക്ഷിക്കപ്പെട്ടവർ മാത്രമേ യേശുവിനോടൊപ്പം റെയിൻ ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ കൂടെ വാഴുകയുള്ളൂ. നിങ്ങളുടെ ചുറ്റിനുമുള്ള ആളുകൾ ചിലപ്പോൾ പറയുമായിരിക്കും, എനിക്ക് യേശുവിനെ പറ്റിയൊന്നും അറിയത്തൊന്നുമില്ല. പക്ഷേ എങ്കിൽ തന്നെ ഇന്നത്തെ ഈ ലോകത്തിൽ എൻ്റെ ചുറ്റിനും നടക്കുന്ന ഈ ഒരു വിക്കറ്റ്നസ്, ഈ ഒരു പൈശാചികതയും വേണ്ടാത്തരവും ഒക്കെ കാണുമ്പോൾ അതെനിക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല. എന്താണ് കുഴപ്പം?
പ്രിയമുള്ളവരെ, അവിടെയാണ് താങ്കൾ, യേശുവിൻ്റെ സഭയായ താങ്കൾ, ഈ ലോകത്തിൽ വെളിച്ചമായി പ്രകാശിക്കേണ്ടത്. നാം ഈ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ ഒരു ലൈറ്റ് ഹൗസ് പോലെ പ്രവർത്തിക്കണം. മറ്റുള്ളവർ മനസ്സിലാക്കണം, സ്നേഹമുള്ള ഒരു ദൈവമുണ്ട്. അവരെ ക്ഷമിക്കുവാൻ, അതായത് പാപത്തിൽ കഴിയുന്നവരോട് ക്ഷമ കാണിക്കുവാൻ സ്നേഹമുള്ള ഒരു ദൈവമുണ്ട്. അവരെ കംപ്ലീറ്റ്ലി രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അവരെ നരകത്തിൻ്റെ പാതയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അവർക്കൊരു ഭാവിയും ആ ദൈവത്തിന് കൊടുക്കുവാൻ സാധിക്കും എന്ന് മറ്റുള്ളവർ അറിയണം. എനിക്ക് നിങ്ങളെ ഒന്ന് ചലഞ്ച് ചെയ്യണം. ഗെറ്റ് റൈറ്റ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ ഒരു യഥാർത്ഥ ആ റൈറ്റായിട്ടുള്ള വഴിയിലേക്ക് നിങ്ങൾ വരിക. നിങ്ങളുടെ പേര് കുഞ്ഞാടിൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുക. നിങ്ങളുടെ ആ കാഷ്വൽ ക്രിസ്ത്യൻ അപ്രോച്ച്, ആ നാമധേയ ക്രിസ്ത്യാനി എന്നുള്ള ആ ഒരു നിലപാട് നിങ്ങൾ എടുത്തു കളയുക. അതായത് വല്ലപ്പോഴൊക്കെ പള്ളിയിൽ പോവുക, അല്ലെ പോയാൽ തന്നെ പേരിന് വേണ്ടി സർവീസ് അറ്റൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയെങ്കിലും തോന്നിയതുപോലെ ജീവിക്കുക. പ്രിയമുള്ളവരെ, അപ്രകാരമുള്ള ജീവിതമെല്ലാം നിങ്ങൾ എടുത്തു കളയണം. നിങ്ങൾ എവിടെയായിരിക്കും മരണശേഷം നിത്യത ചെലവഴിക്കുവാൻ പോകുന്നത്? സ്വർഗത്തിലോ അതോ നരകത്തിലോ? ഞാൻ അതിനെപ്പറ്റി മറ്റൊരു സന്ദേശം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ദൈവവുമായിട്ട് സമാധാനപരമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് ഉണ്ടാക്കുവാൻ പറ്റുന്നത്? നാം സ്വർഗത്തിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെപ്പറ്റിയുള്ള സന്ദേശങ്ങളും ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ദൈവവുമായിട്ട് ഒരു വൈബ്രൻറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് എ ഡെയിലി വാക്ക് നമുക്ക് ഉണ്ടാവണം. ദൈവവുമായിട്ട് ദിനം പ്രതി വളരെ വൈബ്രൻ്റായിട്ടുള്ള ഒരു ബന്ധവും ദൈനംദിന ജീവിതം യേശുവിനോടൊപ്പം ജീവിക്കുന്ന ഒരു ജീവിതശൈലിയും കൂടെ ആയിരിക്കണം നമുക്ക്. ദൈവത്തിൻ്റെ വചനം ഡേ ആൻഡ് നൈറ്റ്, രാവും പകലും ധ്യാനിക്കണം. നിങ്ങളുടെ ക്രിസ്തീയ നടത്തത്തിൽ നിങ്ങളെ സഹായിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ജയാളിയായ ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ നിങ്ങൾക്കത് സഹായമാകും. അതുകൊണ്ട് തന്നെയാണ് ഇപ്രകാരമുള്ള കണ്ടൻ്റൊക്കെയും തന്നെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നത്. ആമേൻ. ഈ ഒരു സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.